വോട്ട് ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോ വിലയുള്ള നോട്ട് ചുമ്മാതെ കളയരുതമ്മിണിയെ പുതുസമ്മാനമാക്കൂ സോദരിയെ. അതെ, തെരഞ്ഞെടുപ്പിങ് അടുത്തു. കേരളത്തില് ശബരിമല അയ്യപ്പൻ എന്ന് പറയുന്നതാണ് BJP-യുടെ ഏറ്റവും വലിയൊരു തുറപ്പുചീട്ടായിരുന്നു. അപ്പൊ ഈ ഒരു സാഹചര്യം, അതായത് LDF സർക്കാരിനെയും CPM-നെ എല്ലാം ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ എന്തായാലും സാഹചര്യം എല്ലാം BJP-ക്ക് അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ BJP കേരളത്തിൽ താമര വിരിയിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് യാഥാർത്ഥ്യമാകുമെന്ന് തന്നെയാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. ചേച്ചി ചിരിപ്പിക്കരുതേ, കുറെ കാലം കൊണ്ട് പറയാണല്ലോ കേരളത്തിൽ താമര വിരിയും, ഇതുവരെയും വിരിഞ്ഞില്ലല്ലോ. ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയിട്ട് അധികാരത്തിൽ വന്നവരാ ഇടതു മുന്നണിക്കാര്. അപ്പോ MV ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ തവണത്തെക്കാൾ വലിയ വിജയം ഇത്തവണ അവർക്കുണ്ടാകുമെന്ന്. താമരം വിരിയില ചെങ്കുടിയും പറയില്ല. ഇത്തവണ കേരളത്തിൽ കോൺഗ്രസിന്റെ തേരോട്ട കാണാൻ പോകുന്നത്. കഴിഞ്ഞ തവണത്തെ പോലെയല്ല, സ്ഥാനാർത്ഥി നിർണ്ണയം എല്ലാം പെട്ടെന്ന് പൂർത്തീകരിച്ച് കോൺഗ്രസ് ഭരണം പിടിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പും പൂർത്തീകരിച്ചു കഴിഞ്ഞു. കാരണം കോൺഗ്രസിന് വലിയ ലക്ഷ്യമുണ്ട്. 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സെമി ഫൈനലിൽ ഞങ്ങൾ ജയിക്കുന്ന കോൺഗ്രസിന്റെ ക്യാമ്പ് പറയുന്നത് ഇത് തന്നെയാണ് BJP-യും പറയുന്നത്, ഇത് തന്നെയാണ് LDF-ഉം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് വിലയിരുത്തൽ ചെയ്തേ പറ്റുള്ളൂ. തീർച്ചയായും അതിന് നമുക്ക് കേരള പോരിലൂടെ നമുക്കത് കാണാം.